വിശാൽ നായകനായി സംവിധാനം ചെയ്യുന്ന മകുടം സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. വിശാൽ തന്നെയാണ് റൈറ്ററും എല്ലാം ഈ സിനിമയിൽ. ജീവി പ്രകാശാണ് മ്യൂസിക്. നോക്കാം വാ. മാർക്കാന്റണിയ വൈബ്. റൈസ് ഓഫ് ലിംഗ സൂപ്പർ ഗുഡ് ഫിലിം. விசாகப்பட்டினம் ఈ மியூசிக் லிங்கா உங்க ஹார்பர்ல தான் சின்ன சின்ன கான்ட்ராக்ட் பண்ணிட்டு இருக்கேன். லிங்கா முடிவு எடுத்துட்டா அது முடிஞ்சிருச்சுன்னு அர்த்தம். ലിംഗ മുടിവെടുത്തിട്ട അത് മുടിഞ്ചിച്ചിന് അർത്ഥം. ഈ സിനിമയിലാണ് വിശാല് 3 അല്ലെങ്കിൽ 2 ക്യാരക്ടേഴ്സ്. 2 മസ്റ്റാണ്. ഒരു മെഡിക്കൽ റെപ്പും ഒരു ലിംഗായും. ഇനിയെല്ലാം മാറ്റിമറിച്ച് ഒരാളാണോ വരുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. ട്വിസ്റ്റ് ഒക്കെ ചിലപ്പോ വന്നു കഴിഞ്ഞാലും ഈ റൈസ് ഓഫ് ലിംഗ ആ മ്യൂസിക് കിടലായിരുന്നു. ആ ഒരു പാട്ടും കിടലായിരുന്നു ജീവി പ്രകാശിന്റെ. ജീവി പ്രകാശിന് ഈ ഒരു മാസം 3 പടങ്ങള് റിലീസ് ആവുന്നുണ്ട്. ഈ ഇപ്പൊ മകുടം ആൻഡ് വിശ്വനാഥൻ സൻ സൂര്യയുടെ, പിന്നെ ഇരുമുടി രവി തേജയുടെ എല്ലാം ജീവി പ്രകാശിന്റെ കയ്യിലാണ്. அழகான ஒரு வைஃப். லவ் பண்றியா? நீ என்ன சுத்தி சுத்தி வரேன்னு எனக்கு தெரியும். ఎవరిని చేపడుతున్నా నాకు పొడక్క. என்ன பொண்ணுடா. என் பொண்ணு கல்யாணம் பண்றவங்களுக்கு கண்டிப்பா സിനിമയെ കേട്ടോ പോയി റോൾസ് റോയ്സിലൊക്കെ വന്നിറങ്ങുന്നുണ്ട്. இளையராஜா ஃபேனா? நாங்க எல்லாரும் இளையராஜா ஃபேன் தான். കോപ്പിറൈറ്റ് അടിക്കൂടാ. ഇതേതോ ജെയിൻ പാട്ടല്ലേ? ഇതേതോ തെലുങ്ക് പാട്ട്, ഏതോ തെലുങ്ക് റീൽസിൽ ഏതോ ഒരു പാട്ടല്ലേ വൈറൽ ആയിട്ടുള്ളൂ. ഇതിന്റെ ട്രോളും വന്നിട്ടുണ്ടായിരുന്നു. ജീവി പ്രകാശും സുട്ടതാണെന്ന് പറഞ്ഞ്. സെയിം അതുപോലെ തന്നെ കേൾക്കണ ആ സെയിം ആ ഒരു ഏ പലക പില്ലടേ ഉത്താന കേട്ട കല്ലകേ പലക പില്ല, അങ്ങനെ ഏതൊരു പാട്ടുണ്ട്. ടിക്ടോക്കിലൊക്കെ ഉള്ള ഒരു റീൽസ് ട്രെൻഡിങ് ആയിട്ട് ട്രോളിലൊക്കെ വരുമായിരുന്നല്ലോ. ആ പാട്ടിന്റെ അതേപോലെ ഇരിക്കുന്നു. അതിന്റെ തമിഴ് വേർഷൻ അല്ലേ അതുപോലെ ഇരിക്കുന്നു. ഇളയരാജന്റെ മ്യൂസിക് ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടാ. കോപ്പിറൈറ്റ്, കോപ്പി സ്കാം, കോപ്പി പരിപാടിയൊക്കെ വരുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ചോദിച്ചിട്ടുണ്ടായിരിക്കുമല്ലേ. റെട്രോ പരിപാടിയാണ്. ലോകേഷ് ഇതേപോലെ ഫൈറ്റിലൊക്കെ റെട്രോ പഴയ പാട്ട് എടുത്തിട്ട് വരും. അതുപോലെ പഴയ പാട്ടിട്ടിട്ട് ഡാൻസ്, പഴയ പാട്ടിട്ടിട്ട് ഫൈറ്റ്, ആ പരിപാടിയാണ്. എത്രമാത്രം വർക്കൗട്ട് ആവുന്ന സിനിമ കണ്ടാലേ മനസ്സിലാവും. ஏன் இந்த சரக்கு மட்டும் பிடிவாதம் பிடிக்கிறது? எந்த கப்பல் எந்த திசையில சரக்கு கண்டேனா எந்த விசையில நிக்குதுன்னு லிங்காக்கு తెలుసు. இன்னைக்கு தேதியில மாடி உங்க ஃபேமிலி தான் ட்ரெண்டிங். உன் ஜூஸ் வேணா, உன் காரும் வேணா. வெல்கம் பாய்ஸ். നല്ല ഫൈറ്റ് ഒക്കെ വരുന്നുണ്ട്. അഞ്ചിയുടെ ഫൈറ്റ് വരെ ഉണ്ട്. பையன் மேல ஒண்ணு கைய வச்சிரலையே. அந்த சரக்க நான் இறக்க மாட்டேன். வேற யாரையும் இறக்கவும் விட மாட்டேன். ഓ അപ്പം രണ്ടുപേര് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടാ. ഒരു മെഡിക്കൽ റെപ്പും ഒരു റൈസ് ഓഫ് ലിങ്കായും. വില്ലനും നായകനും എല്ലാം ഒരാളെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ട്രെയിലർ കൊള്ളാം. അതെന്ത് വിശാലിന്റെ പടത്തിന് ട്രെയിലർ നന്നായി കൂടെ. ട്രെയിലർ കൊള്ളാം. ആൻഡ് ഒരു ഫാമിലി വൈബും വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരു ഡോൺ വൈബും വരുന്നുണ്ട്. വിശാല് 2 ക്യാരക്ടർ ആയിട്ടാണ് വരുന്നത്. ഒരു റൈസ് ഓഫ് ലിങ്കായിട്ട് വില്ലൻ. കണ്ടെയ്നറിൽ എന്തോ ഉണ്ട്. ആ കണ്ടെയ്നർ വിശാലും എടുക്കൂല, വേറൊരുത്തിനെ എടുക്കാനും വിടൂല. അതിലുള്ള സാധനം വിശാലും ഇറക്കൂല, വിശാല് വേറൊരുത്തിനെ ഇറക്കാനും വിടൂല.
അത്രയ്ക്ക് ആ കണ്ടെയ്നറിൽ എന്തായിരിക്കും അതിന് സിനിമ കണ്ടാലേ മനസ്സിലാവും. ചിലപ്പം വളരെ നോട്ടി ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളെല്ലാം ആയിരിക്കാം, ചിലപ്പോൾ വൻ സാധനങ്ങളൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ മിഡിൽ ഏജ് സാധനങ്ങളായിരിക്കും. ലാസ്റ്റ് ക്ലൈമാക്സിൽ ഈ നായകനെ വില്ലനെ കണ്ടുമുട്ടുന്നുണ്ട് കേട്ടാ. മെഡിക്കൽ റെപ്പ് വിശാൽ, ഫാമിലി മാൻ വിശാലും, ഡോൺ വിശാൽ, റൈസ് ഓഫ് ലിങ്ക വിശാലും ഒരുമിക്കുന്ന ഒരേ സ്ക്രീനിൽ വരുന്ന ആ ഒരു സീനും വരുന്നുണ്ട് ട്രെയിലറിൽ. ആൻഡ് അഞ്ജലി ഇതിൽ റൈസ് ഓഫ് ലിങ്കയുടെ ആളായിരിക്കും, ദുഷറ വിജയൻ മെഡിക്കൽ റെപ്പിന്റെ ആളായിരിക്കും. അഞ്ജലിക്ക് ഇതിൽ കുറെ ഫൈറ്റിങ് കാര്യങ്ങളുണ്ട്. അഞ്ജലി ഇതിൽ കുറച്ച് എനിക്ക് തോന്നുന്നു കണ്ടപാടെ കുറച്ച് ആ ഒരു സീന്, ആ ഒരു ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു റോൾ തന്നെ എടുക്കാൻ പറ്റും. എന്നാൽ കണ്ടപാടെ കുറച്ച് ഓവറാക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സത്യം പറഞ്ഞാൽ ഉണ്ട്. ആൻഡ് മ്യൂസിക് ഇതിലും നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ റൈസ് ഓഫ് ലിങ്ക വെച്ച് തന്നെയാണ് അത് വെച്ച് തന്നെയാണ് ഫുള്ളായിട്ട് ജി വി പ്രകാശ് ഇട്ടിട്ടുണ്ട്. ഇതും 14-ാം തീയതിയാണ്, സൂര്യയുടെ സിനിമയുടെ ഒപ്പമാണ് ഇറങ്ങുന്ന. ക്ലാഷ് റിലീസാണ് ഓഗസ്റ്റ് 14-ാം തീയതി. തമിഴിൽ നിന്ന് 3 ചിത്രങ്ങൾ, മകുടം, ഹായ്, വിശ്വനാഥൻസ് ട്രെയിലർ. അത് തെലുങ്കിലും ഉണ്ട്. ആക്ച്വലി അത് തെലുങ്ക് പടമാണ് ഓണസ്റ്റ്ലി ഫുൾ ആയിട്ട് വരുമ്പോൾ. പിന്നെ തമിഴിലും അവർ റിലീസ് ചെയ്യുന്നുണ്ട്. തമിഴിൽ സൂര്യയും കൂടെയാണ്, തമിഴിലും കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ ആ 2 സിനിമകൾ വരുന്നുണ്ട്. ഇന്ന് തന്നെയാണ് വിശ്വനാഥൻ സൻസിന്റെ ട്രെയിലർ റിലീസായത്, മകുടത്തിന്റെയും ട്രെയിലർ റിലീസായത്. 2 ട്രെയിലറും കൊള്ളാം. 2 ട്രെയിലറും പ്രൊമിസിംഗ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. 2 ട്രെയിലറും 2 സിനിമയും ഒരേ ദിവസവും കൂടെയാണ്, ഓഗസ്റ്റ് 14-ാം തീയതിയാണ് വരുന്നത്. 2 സിനിമയിലെ മ്യൂസിക് ഡയറക്ടർ ഒരാളാണ്, ജി വി പ്രകാശാണ്. ട്രെയിലറിലെ BGM മ്യൂസിക് ഒക്കെ നന്നായിട്ട് തന്നെ ഉണ്ട്. ആൻഡ് ഇതില് വിശ്വനാഥ് സെൻസിൽ മ്യൂസിക് നോക്കുമ്പോൾ 3 പാട്ടിൽ പട്ടാമ്പൂച്ചി ആ ഒരു പാട്ട് കുറച്ച് കൊള്ളാം, ബാക്കി 2ഉം വധമായിട്ടുണ്ടായിരുന്നു. മകുടത്തിലെ റൈസ് ഓഫ് ലിങ്ക എന്ന പാട്ട് മാത്രം കൊള്ളാം. പിന്നെ 8ാമതൊരു പാട്ടൊന്ന് റിലീസ് ചെയ്ത് അതും കുറച്ച് കൊള്ളാം എന്നുള്ള, ബാക്കി പാട്ടും വധമായിരുന്നു. ബട്ട് പടത്തിൽ എങ്ങനെ വരുമൊന്നുമില്ലോ അത് കണ്ടിട്ടാണ്. ഞാൻ ജി വി പ്രകാശിന് ഇരുമുടി രവി തേജയുടെ 21-ാം ഓഗസ്റ്റിന് ഇറങ്ങുന്ന ആ സിനിമയും റിലീസ് ചെയ്യാനുണ്ട്. ഈ മാസം 3 പടങ്ങൾ. ഇതുപോലെ തന്നെ മലയാളത്തില് ജെയ്ക്സ് ബിജോയ്, ചമൻ ചാക്കോ എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ, 2 പേർക്ക് 3 പടങ്ങൾ. ഇപ്പൊ തുടക്കം റിലീസായി. ഇനി പൃഥ്വിരാജിന്റെ ഖലീഫ, ദുൽഖർ സൽമാന്റെ അയാങ്കി. ട്രെയിലർ കൊള്ളാം.